ആരാ ഒരു സ്ത്രീ? അവൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അവൾക്കേ ഗർഭം ധരിക്കാൻ കഴിയൂ, അവൾക്കേ പ്രസവിക്കാൻ കഴിയൂ, അവൾക്കേ കുഞ്ഞിന് മുലയൂട്ടാൻ കഴിയൂ. അത് അവളുടെ മാത്രം പ്രത്യേകതയാ. ഇത്തരത്തിൽ ഒരുപാട് ലോലമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് റബ്ബ് സ്ത്രീനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അവളാൽ ഒരിക്കലും ഒരാൾ വേദനിക്കാൻ പാടില്ല. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായ രീതിയിൽ പെരുമാറുന്നവരാകുന്നു. ഈ മാന്യത, മാന്യമായ രീതി എന്ന് പറയുന്നത് കുടുംബത്തോട് എന്ന് പറയുമ്പോൾ ആ കുടുംബം എന്ന് പറയുന്നത് അവിടെ സ്ത്രീയാണ്. സ്ത്രീയോട് എന്തിനാ അത്രയും മാന്യതയിൽ പെരുമാറേണ്ടത്? അതിൻ്റെ ആവശ്യം എന്താ? അവൾ സവിശേഷമാക്കപ്പെട്ടിട്ടുള്ള റബ്ബിൻ്റെ ഒരു സൃഷ്ടിയായതുകൊണ്ട്. അവളാലാണ് ഈ തലമുറ ഇങ്ങനെ സംസ്കാരത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവൾ ഒന്ന് മാറിയാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരം ഒന്ന് മാറ്റിയാൽ മതി, നമ്മുടെ ചിന്തകൾ ഒന്ന് മാറ്റിയാൽ മതി. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും വന്ന് കയറുന്നവരും നമ്മുടെ കൂടെ ജീവിക്കുന്നവരും നമ്മുടെ സർക്കിളിലുള്ളവരും ഒക്കെ സ്നേഹവും സന്തോഷവും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയും എല്ലാവരുടെ മനസ്സിൽ ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും. സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ശരിയല്ലേ? ഒരു യുദ്ധം വരുമ്പം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിൽ നിന്ന് വരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകളെയും, വൃദ്ധയായിട്ടുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ. കാരണം അവർക്ക് അവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ സമാധാനം വേണം. നമ്മളെപ്പോഴും ചോദിക്കാറില്ലേ, സമാധാനം തരുമോ, ഒരു സമാധാനം തരുമോ? നല്ല നിലക്കും ചോദിക്കും, ദേഷ്യം കൂടി ചോദിക്കും, അല്ലേ? സ്ട്രെസ്ഡ് ആയിട്ടും ചോദിക്കും, കുറച്ച് സമാധാനം തരും. ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം സമാധാനമാണ്. സംഘർഷഭരിതമായ പ്രശ്നങ്ങളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് അവൾ എപ്പോഴും ആഗ്രഹിക്കുക. അപ്പൊ അവളായിട്ടാണ് ഈ സംഘർഷം ഉണ്ടാക്കുന്നതും പ്രയാസം ഉണ്ടാക്കുന്നതും. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന കരുതലും കൊടുത്തുകൊണ്ട് മുന്നോട്ട് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്ക് പോയേ പറ്റൂ. കിതാബുല്ലാ വസുന്നത്തു റസൂലില്ല. എന്താ പരിശുദ്ധ ഖുർആനിൽ പറയണത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുള്ളത്? അഡ്ജസ്റ്റ് ചെയ്യല്ല, അംഗീകരിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ പിന്നെ എന്ന് പറയുമ്പോൾ അതിലൊരു കാബഡിയുണ്ട്, ഇല്ലേ? എനിക്കെൻ്റെ മരുമോളെ തീരെ പറ്റണില്ല, അല്ലെങ്കിൽ എനിക്കെൻ്റെ അമ്മായിമ്മനെ കൊണ്ട് തീരെ വയ്യ, എനിക്കെൻ്റെ ഭർത്താവിനെ തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല, പിന്നെ ഞങ്ങളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ബന്ധങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് പാടില്ല. അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കാബഡിയുണ്ട്. കഴിയില്ല, പറ്റൂല, എന്നാലും ഒപ്പിച്ചു പോവാന്ന്. ഒപ്പിച്ചല്ല പോണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാ. ഒരു വ്യക്തിയുടെ കഴിവുകേടും മനസ്സിലാക്കാം, കുഴപ്പമില്ല. അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പം ഒരു പ്രശ്നമില്ല. ഇദ്ദേഹത്തിന് ഇത്രയേ പറ്റൂ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ, ഇതാണ് ഇവളുടെ കഴിവുകേടുകൾ, ഇതിന് ഞാൻ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. എന്ത് സുന്ദരാണ്, എന്ത് രസാണ്. എൻ്റെ മരുമോൾക്ക് ചില ശീലങ്ങളുണ്ട്, ആ ശീലങ്ങൾ അവൾ ശീലിച്ചു വന്നതാണ്, അത് ഞാൻ ഇപ്പോൾ ഉൾക്കൊള്ളുന്നു. മെല്ലെ 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 അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരാം. അങ്ങനെ വേണ്ടത്. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യല്ല, അതിനെ ഉൾക്കൊണ്ടു, മനസ്സിലാക്കി. ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ അമ്മായിമ്മയെ സ്നേഹിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങന്മാരെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാ? എനിക്കവർ ഒരുപാട് ജോലി എടുത്തു തരുന്നത് കൊണ്ട്. എൻ്റെ അമ്മായിമ്മ എനിക്ക് വേണ്ടി രാവിലെ നേരത്തെ എണീച്ച് എല്ലാ സാധനങ്ങളും ഒരുക്കി തരുന്നത് കൊണ്ട്. എൻ്റെ ഭർത്താവ് എനിക്ക് ശമ്പളം കിട്ടുന്ന സമയത്ത് പണം തരുന്നത് കൊണ്ട്, ചുരിദാർ വാങ്ങിത്തരുന്നത് കൊണ്ട്. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് ഒരു കാലത്ത് അവർ തിരിച്ചെന്നെ നോക്കുമല്ലോ, സ്നേഹിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട്. ഇതല്ല, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് എൻ്റെ ഉമ്മയായതുകൊണ്ട്. ഇങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ പഠിച്ചു നോക്കി.
ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നത് എൻ്റെ മകനായതുകൊണ്ട്. ഒരു പ്രായം എത്തുമ്പം അവൻ എനിക്ക് ചിലതൊക്കെ ചെയ്തു തരും, എന്നെ നോക്കാൻ അവനുണ്ടാകും. അതുകൊണ്ട് ഞാൻ അവനെ ഇപ്പം നല്ലോണം സ്നേഹിക്കണം. അവൻ എന്നെ നോക്കാൻ പ്രായമാകുമ്പോഴേക്കും ഞാൻ ഇല്ലാതായി പോയാലോ? ആ സ്നേഹം വേസ്റ്റ് ആയില്ലേ? അങ്ങനെ വേസ്റ്റ് ആയി സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അൺകണ്ടീഷണൽ ലവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ അല്ലേ? ഇങ്ങനെ അടിച്ചു വാരിയിട്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിലേക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് അല്ലേ? ഈ വേസ്റ്റ് സ്ഥിരമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളെ, ഒരു സ്ത്രീയെ കാണാതായപ്പം സമാധാനമായി, ആശ്വാസമായി. അല്ല, തെരഞ്ഞുപോയി. എന്ത് സംഭവിച്ചു? മേലേക്ക് പോയി തെരഞ്ഞു നോക്കിയപ്പോൾ അവർ പനി പിടിച്ച് കിടക്കാണ്. അവരുടെ അടുത്ത് പോയി സൗഹൃദ സംഭാഷണം നടത്തി, അവർക്ക് ആശ്വാസം കൊടുത്തു, പ്രാർത്ഥിച്ചു തിരിച്ചു പോന്നു. ഇതിനാണ് ഉപാധികളില്ലാത്ത സ്നേഹം എന്ന് പറയുന്നത്. വരുന്ന സമയത്ത് വീട്ടിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ, സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ വായകളാലും അവരുടെ സംസാരങ്ങളാലും അല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാം. ഞാൻ എന്ന വ്യക്തിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കുറേ മൂല്യങ്ങളുണ്ട്. ആ മൂല്യം വെച്ചുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ പെരുമാറുന്നത്. ഈ രീതിയിലായിരിക്കും ഞാൻ എൻ്റെ ഭർത്താവിനെ ട്രീറ്റ് ചെയ്യുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലൂടെ നിങ്ങളൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് നോക്കി. അപ്പോൾ ഈ പറയുന്ന ഉൾക്കൊള്ളുക എന്ന് പറയുന്ന അവസ്ഥ നമ്മളിലേക്ക് വരും. അവിടെ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയം ഇങ്ങനെ വിശാലമാകും. ഈ ഹൃദയ വിശാലത വരുന്നതോടുകൂടി പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും ആർക്ക് വേണ്ടിയായിരിക്കും എന്നറിയോ? വീട്ടുകാർക്ക് വേണ്ടി ആയിരിക്കൂല, ഭർത്താവിന് വേണ്ടി ആയിരിക്കൂല, ഭർത്താവിൻ്റെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി ആയിരിക്കൂല. അവർക്ക് വേണ്ടി ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് ചുടുവെള്ളം ഉണ്ടാക്കി കുഴമ്പ് പുരട്ടിക്കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് വേണ്ടി എന്നുള്ളത് മെല്ലെ മെല്ലെ മാറും. എനിക്ക് വേണ്ടി എന്നാവും. അതെങ്ങനെ എനിക്ക് വേണ്ടിയാവാം? ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെയ്യുന്ന ഓരോ സേവനങ്ങളും സഹായങ്ങളും സഹായമല്ല, ഞാൻ ചെയ്യേണ്ടതാണ്. അത് എനിക്ക് വേണ്ടിയാണ്. അതെൻ്റെ തുലാസിൽ ഇങ്ങനെ കനം തൂങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ ഭർത്താവിൻ്റെ പ്രായമായ പിതാവിന് ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ പുണ്യം കിട്ടണം, എൻ്റെ ഖബർ വിശാലമാകണം, എനിക്ക് സ്വർഗം കിട്ടണം. അതിൽ നമുക്ക് സ്വാർത്ഥതയൊക്കെ ഉണ്ടാവും, അതിനൊരു കുഴപ്പമില്ല. അവിടെ നമുക്ക് സ്വാർത്ഥത കാണിക്കാം. നമുക്ക് സ്വർഗം കിട്ടാനും നമ്മുടെ ഖബർ വിശാലാവാനും നമ്മുടെ ബർസഹി ജീവിതം ഏറ്റവും സന്തോഷത്തോടു കൂടി ആവാനൊക്കെ നമുക്കിങ്ങനെ സ്വാർത്ഥത കാണിച്ച് പ്രാർത്ഥിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ചെയ്യുന്ന ഓരോ ജോലികളും എനിക്ക് വേണ്ടിയോ? ഇത് നല്ല രസമുണ്ടല്ലോ. സംസാരിക്കുമ്പോൾ വേണ്ട, ഇങ്ങനെ പറയണ്ട, ചെയ്തതിൻ്റെ പുണ്യം കളയണ്ട. ഒരുപാട് നന്മകൾ ഞാനിങ്ങനെ ഒരു കൂട്ടി വെച്ചോണ്ടിരിക്കുക. ഞാനായിട്ട് എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് എൻ്റെ നന്മകളെ കരിച്ച് കളയണ്ട. അസൂയ കൊണ്ട് അല്ലേ? അസൂയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ വിറക്, പിന്നെ ഇങ്ങനെ വിറകിനെ തീ ഇങ്ങനെ കരിച്ച് കളയുന്നത് പോലെയാണ് അസൂയ നമ്മുടെ നന്മകളെ കരിച്ചു കളയാന്നാ പറഞ്ഞത്. തീരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരാൾക്കൊരു നന്മ വരുമ്പം, അയാൾക്ക് ഒരു ഗുണം വരുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മുടെ അസൂയ എങ്ങനെ വർക്കൗട്ട് ചെയ്യണത്. നമ്മളെങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ നന്മനെങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, എന്നിട്ട് ഉപാധികളില്ലാത്ത സ്നേഹം കൊടുക്കുക. മക്കളോട് സംസാരിക്കുമ്പോൾ മുതിർന്ന മക്കളൊക്കെ ആണെങ്കിൽ ആദരവോടുകൂടി സംസാരിക്കാം. വിത്ത് ഓൾ റെസ്പെക്റ്റ്. മോനെ, ഏറ്റവും ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി ഞാൻ പറയാണ്, ഉമ്മാനോട് എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രയാസമാവും കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് എന്തുണ്ടെങ്കിലും മക്കൾ പറയണം. പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും ഒക്കെ അവരുടെ പ്രായത്തെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും പ്രയാസം ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള കാരണം അവർ മാറി, ജനറേഷൻ മാറി, തലമുറ മാറി, സൊസൈറ്റി മാറി, എല്ലാം മാറി. പക്ഷെ നമ്മൾ മാറാൻ കുറച്ച് മടി വന്നു. ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കഴിയില്ല, ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി. അല്ല, നമ്മൾ മാറണം. അവർക്കൊപ്പം നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ലെന്നേ. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവാം. അപ്പോൾ കുട്ടികൾ നമ്മളെടുത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടി ഒന്നിങ്ങനെ നമ്മുടെ അടുത്ത് കൂടെ വരുമ്പോഴേക്ക് അവരുടെ ശരീരത്തെയോ അവരുടെ ചെയ്തികളെയോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണ്ട. അവർ
ചിലതൊക്കെ ചെയ്യട്ടെ, അവർ കുറച്ച് സമയമൊക്കെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കോട്ടെ. അവർ കണ്ണാടി നോക്കുമ്പോഴേക്കിനാ ഏത് നേരം ഇതിൻ്റെ മുന്നിൽ തന്നെ എന്ത് പറയണ്ട, അവനൊരു വലിയ ആൺകുട്ടിയാണ്. അവൻ്റെ മുടിയുടെ ഷേപ്പും അവൻ്റെ മുഖത്ത് വന്നുകൊണ്ടിരിക്കുന്ന പിമ്പിൾസും അവൻ്റെ ശരീരത്തിൻ്റെ മാറ്റങ്ങളും അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട് അവൻ്റെ ശരീരത്തിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ നോക്കട്ടെ. അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നതല്ലേ, അപ്പം ഭംഗി ഉണ്ടാവട്ടെ മക്കള്. ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നിരന്തരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഇങ്ങനെ എതിര് പറയാതെ, എതിർപ്പ് പ്രകടിപ്പിക്കാതെ, വല്ലപ്പോഴൊക്കെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അടുത്തിരുത്തി പറയുമ്പോൾ അവർ നമ്മളെ കൂടെ കൂടിത്തരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും തുറന്നു പറയാൻ തയ്യാറാവില്ല. ഒരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവർ നമ്മുടെ കൂടെ ഇരിക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നിനും തയ്യാറാവില്ല. ഏറ്റവും നല്ല സ്നേഹം കൊടുക്കുക, ഈ പറയുന്ന ഉപാധികളില്ലാത്ത സ്നേഹം. അന്ന് തരക്കടില്ല, അന്ന് കുറച്ചൊക്കെ പണിയെടുത്താൽ പോയത്, അതുകൊണ്ട് ഇങ്ങോട്ട് വാ അമ്മച്ചിന്ന് എനിക്ക് വൈകുന്നേരം ഇതുണ്ടാക്കി തരാം അതുണ്ടാക്കി തരാം, അങ്ങനെയല്ല.